കൈ തട്ടി മേളിലേക്ക് കയറി വന്നാണോ അതോ അല്ലല്ല, കയറി വന്നത് തന്നെയാണ്. പക്ഷെ സംസാരിക്കാൻ വന്നാണോ? അതെ, സംസാരിക്കാൻ തന്നെ വന്നത്, അല്ലാണ്ട് വെറുതെ ഇല്ലല്ലോ. എന്നാ നമുക്കൊരു വേറെ വിഷയം നിങ്ങൾ യേശു സംസാരിച്ചാലോ? യേശു എങ്ങനെ മറിയത്തിന്റെ വയറ്റിൽ ഉണ്ടായതെന്ന് പറയുന്നത് നിങ്ങള്? ആര് പറഞ്ഞു? ഞങ്ങളാ പറഞ്ഞോ? ഞങ്ങള് പറഞ്ഞതല്ല. അതിവിടെ അപ്പൊ യേശു ഫത്തക്കുൽമീൻ പ്രകാരം യേശു- ഉണ്ടായ ഒരു അല്ല, വ്യക്തി യേശു ഇവിടെ വന്ന് ക്രിസ്തു കമന്റ് ചെയ്യുന്ന, ഞങ്ങൾ അതിന് വലിയ മറിയം വിലയൊന്നും കൊടുക്കാറില്ല. അപ്പൊ യേശു മനസ്സിലായോ? ക്രിസ്തു ഞങ്ങൾ അതിന് വലിയ മറിയം ബീവി വിലയൊന്നും കൊടുക്കാറില്ല. അല്ല, യേശു ക്രിസ്തു മറിയം ബീവി പ്രസവിച്ചതല്ലേ? മറിയത്തിലൂടെയാണ് ജനിച്ചതെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. ഉണ്ടോ? ഉം. മറിയത്തിന് അന്നേരം ഭർത്താവ് ഉണ്ടായിരുന്നോ? മറിയത്തിന് ഭർത്താവ് ഉണ്ടായിരുന്നു, ആരാണ്? യോസഫ്. അതെപ്പോഴാണ് ഏ അതെപ്പോഴായിരുന്നു ജോസഫ് ഉണ്ടായത്? യോസഫ് ഉണ്ടായിരുന്ന കാലം എനിക്കറിയത്തില്ല സുഹൃത്തെ. യോസഫ് എന്നാ ഉണ്ടായെന്ന് എന്നോട് ചോദിച്ചു ഞാൻ എന്നാ പറയാ? ആ കാലഘട്ടത്തിൽ അപ്പൊ ജീവിച്ചിരുന്നത് യോസഫ് എന്നാ ഉണ്ടായെന്ന് ഞാൻ ചോദിച്ചു എന്നോട് ഞാൻ കന്യാ എന്നാ പറയാ? കന്യാമറിയല്ലേ? ആയിക്കോട്ടെ, കന്യ പറയാ, ആയിക്കോട്ടെ. മെറിയത്തിന് ഭർത്താവ് നിക്ക് നിക്ക് ഉണ്ടായിരുന്നു. നിക്ക് നിക്ക് അതൊന്നും നിക്ക് നിക്ക് നിക്ക്. നിങ്ങളുടെ ആയിക്കോട്ടെ, മെറിയത്തിന്. കന്യകാമറിയം ആയിക്കോട്ടെ. തോമസ് ഇപ്പൊ എടുക്കല് പരോസേ എടുത്തു. കന്യകാമറിയം ആയിക്കോട്ടെ. കന്യാമറിയം എങ്ങനെ പിന്നെ? അപ്പൊ ഇങ്ങനെ കല്യാണം കഴിക്കുക? ഹ, കല്യാണം കല്യാണം കഴിക്കുന്ന കഴിച്ചെന്ന് ഞാൻ പറഞ്ഞോ? അറിയാലോ. ജോസഫ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ? യോസഫ് ഒന്നുണ്ടെന്നേ. ആ, യോസഫ് കന്യാമറിയം ഒന്നുണ്ടെന്ന് അത് മറിയത്തിന്റെ ഭർത്താവായിരുന്നോ? ആയിരുന്നെന്ന്. അപ്പൊ കന്യാമറിയാവോ? മണ്ടാട്ട് അഭിനയിക്കാണ്. മോണ്ടനായിട്ട് സുഹൃത്തെ, അഭിനയിക്കുക. യഹൂദന്മാരുടെ വിവാഹരീതി നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് അറിയാവോ? അറിയാവോ? യഹൂദന്മാർ പറയുന്നത് യഹൂദന്മാരുടെ വിവാഹ രീതി എങ്ങനെയാണെന്ന് അറിയാവോന്ന് ബൈബിൾ പ്രകാരം? അല്ലെങ്കിൽ യഹൂദന്മാരുടെ ഇപ്പോഴും നടക്കുന്ന രീതി എങ്ങനെയാണെന്ന് അവര് അറിയാവോ? പറയുന്നത് അവര് പറയുന്നതല്ല, ആ രീതി നിങ്ങൾക്ക് അറിയാവോ? യഹൂദന്മാരുടെ വിവാഹ രീതി എങ്ങനെയാണെന്ന് അറിയാവോ? ഒരു സെക്കൻഡ്, ബറോസ് ബദല, ഒരു സെക്കൻഡ്. നാസറെ, ടൈറ്റിൽ നിന്ന് സംസാരിക്കാൻ കഴിയുമോ? എനിക്ക് ആ ടൈറ്റിൽ നിങ്ങൾ പ്രകാരം ഇപ്പോൾ ഒരു ചോദിച്ചതല്ല. വിഷയം മാറ്റാൻ വേണ്ടി. വിഷയം മാറ്റുന്നതല്ല, ഞാൻ ആ, അധികം നേരം ഈ വിഷയം അതിപ്പോ പിടിക്കുന്നില്ല. എല്ലാവരും ചോദിച്ചു. ഇല്ല, വിഷയം അല്ലല്ല, അധികം നേരം അല്ലല്ല, പിടിക്കുന്നില്ല. നമുക്ക് അങ്ങോട്ട് പോകാച്ചാ, ചോദിക്കാം. ടൈറ്റിൽ പ്രകാരം ചോദ്യം നിക്ക് ചോദിച്ചു നിക്ക് നിക്ക് ഉത്തരം നിക്ക്. പറയും. ഈ വിഷയം അധികം പിടിക്കുന്നില്ല. ഞാൻ ഒരു കൂടിപ്പോയ ഒരു 3 മിനിറ്റ് പോലും ഞാൻ അല്ല, എടുക്കില്ല. അതിന്റെ കാരണം ഉണ്ട് നമ്മുടെ അച്ഛാ. വിഷയം അല്ലെങ്കിൽ ആ ഒരു ടോമിച്ചാ, എങ്കിലും നമ്മുടെ എങ്കിലും അത് പിടിക്കേണ്ട ഒരു കാരണമുണ്ട്. ആ, നാസറിന് ആ വിഷയം അറിയാവോ? നാസറിന് ആ വിഷയം നമ്മുടെ അറിയാവോ? കമന്റ് അറിയില്ല. അവരുടെ വിവാഹ രീതി എങ്ങനെ അറിയില്ല. അറിയില്ല, വിവാഹ രീതി എങ്ങനെയാണെന്ന് അറിയില്ല. അപ്പൊ പിന്നെ ഒരു മറുപടി പറയുമ്പോൾ അത് അങ്ങനെ ആദ്യം അല്ലാന്ന് പിന്നെ ചാടിക്കേറി പറയുന്നത്, അറിയാത്ത കാര്യങ്ങൾ പിന്നെ മിണ്ടേണ്ട കാര്യമുണ്ടോ? അപ്പൊ ആദ്യം വിവാഹം കഴിച്ച് കുട്ടിയായതിനു ശേഷം, അല്ല പിന്നെ അതല്ല കുട്ടിയായതിനു ശേഷം വിവാഹം അതല്ല കഴിക്കലാ? ഇയാളുടെ ചോദിച്ചതിന് മറുപടി ഏ ആ യഹൂദന്മാരുടെ വിവാഹ രീതിയെ പറ്റി, അവരുടെ സംസ്കാരത്തെ പറ്റി താങ്കൾക്ക് അറിയാമോ? ഇല്ല, അറിയില്ല. 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 അറിയില്ലാത്ത കാര്യത്തെ പറ്റി താങ്കൾ എന്തിനാണ് പിന്നെ പറയുന്നത്? അതെങ്ങനെയാണ്? അറിയാത്ത കാര്യത്തെ പറ്റി അറിയാവുന്ന പിന്നെ എന്തിനാ കാര്യമല്ലേ മിണ്ടുന്നേ? പറയുന്നത്. അപ്പൊ അറിയത്തുമില്ല, കിടന്ന് പക്ഷേ ഡയലോഗ് അടിക്കാൻ വരികയും ചെയ്യും. ഞാൻ ഇത് മനസ്സിലാക്കാൻ വേണ്ടി ആ വിഷയം എടുപ്പിച്ച തന്നെ. അറിയാത്ത കാര്യം മിണ്ടരുത്. ഇത് ജൂതന്മാരുടെ ഇതാണോ, സിദ്ധാന്താണോ? എന്തോന്ന് കന്യാമറിയവും എന്തോന്ന് യേശുവല്ലോ. ഏ അവരെ വിവാഹ രീതി അറിയാനേ. ആ അവരെ ആൾക്കാരാണോ അവരുടെ വിവാഹ രീതി അറിയാൻ? യേശുവും മറിയ കന്യാമറിയൊക്കെ അവരെ ഇതിൽപ്പെട്ടാണോ? ഏതിൽപ്പെട്ടത്? യേശു മറിയോ കന്യാമറിയോ? ആ, അല്ല, മനസ്സിലായില്ല, നിക്ക്, താങ്കളുടെ വ്യക്തമായിട്ട് ചോദിക്കും. ചോദ്യം തന്നെ എനിക്ക് മനസ്സിലാകുന്നില്ല. താങ്കൾ വ്യക്തമായിട്ട് ചോദിക്കുക. നിങ്ങളിപ്പോ ചോദിച്ചില്ലേ യഹൂദന്മാരുടെ കല്യാണ രീതി അറിയോ? കല്യാണ രീതി യഹൂദന്മാര് അറിയാമെന്നല്ല ചോദിച്ചേ. യഹൂദന്മാരുടെ കല്യാണ പറഞ്ഞു പരസേ. യഹൂദന്മാരുടെ വിവാഹ വിവാഹ രീതി രീതി നിങ്ങൾക്ക് അറിയോ? എങ്ങനെയാണ് നടക്കുന്നതെന്ന് അറിയാവോ എന്നാണ് ചോദിച്ചത്. അതും ഇതുമായിട്ട് എന്താ ബന്ധം എന്ന് ചോദിച്ചേ. ആ, ബെസ്റ്റ്. ആ രീതി നിങ്ങൾക്ക് അറിയാവോ? ആ രീതി അവിടെ നിൽക്കട്ടെ, ഇതുമായിട്ട് എന്താ ബന്ധം എന്ന് ചോദിച്ചേ. രീതി അറിയാവോ? താങ്കളുടെ ചോദ്യം തന്നെയായിരുന്നു. യോസഫിനെ പിന്നെ ഇതിനകത്തേക്ക് വലിച്ചയച്ചതിനെത്തിനാ? താങ്കൾ ആ യോസഫിനെ ഇതിലേക്ക് വലിച്ചയച്ചോ? ഭർത്താവാണെന്ന് ചോദിച്ചു. ഞാൻ അതിനാ മറുപടി പറഞ്ഞത്. ഇപ്പൊ എന്നിട്ട് എന്നോട് അതല്ല ചോദിക്കും ഇതിനെന്നാ മറുപടി ഉള്ളതെന്ന്. താങ്കൾ ആ വിഷയം കൊണ്ടുവന്നത്. ഞാൻ ചോദിച്ച് കന്യാമറിയം ഗർഭിണിയായത് യേശുവിനെ പ്രസവിച്ചത് എങ്ങനെയാന്ന്. അപ്പൊ നിങ്ങൾ പറഞ്ഞു കല്യാണം കഴിച്ച് ഭർത്താവ് ഉണ്ടോന്ന് ചോദിച്ചു. അപ്പൊ നിങ്ങൾ പറഞ്ഞു ജോസഫ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ കല്യാണം കഴിച്ച് ജോസഫ് ഇല്ലേ പറഞ്ഞു? ഭർത്താവുണ്ടെന്ന് ഞാൻ പറഞ്ഞോ? കല്യാണം കഴിച്ച് ഭർത്താവുണ്ടെന്ന് ഞാൻ പറഞ്ഞോ? ജോസഫ് ഉണ്ടെന്ന് പറഞ്ഞോ? യോസഫ് ഉണ്ടെന്നും യോസഫ് ഭർത്താവായിരുന്നു ഞാൻ പറഞ്ഞു. കല്യാണം കഴിച്ചെന്ന് ഞാൻ പറഞ്ഞോ? പിന്നെ എന്താ ഞാൻ ചോദിച്ചത്? യേശു എങ്ങനെയാ വന്നതെന്നല്ലേ ചോദിച്ചത്.
അപ്പൊ അത് യേശു എങ്ങനെയാ വന്നതെന്ന് താങ്കൾ ചോദിച്ചു. എനിക്ക് ബോബി ബ്രദറെ, യോസഫിന്റെ കാര്യം ഞാനാണോ ഇദ്ദേഹമാണ് എടുത്തിട്ടത്? ഞാൻ ഇദ്ദേഹമാണ് പറഞ്ഞിട്ടില്ല. എടുത്തിട്ടത്. നിങ്ങളെ പറഞ്ഞ പിന്നെ ജോസഫിന് ഇല്ലില്ലില്ല, നിങ്ങളെ പറഞ്ഞ നോണ ജോസഫിന് നോണ നോണ ഒരു ചോദ്യം നോണ പോലും പറയരുത്. മര്യാദയ്ക്ക് ചോദിക്കാൻ അറിയത്തില്ല ഇദ്ദേഹത്തിന്. പച്ചയ്ക്ക് നോണ ഈ സകല പറയരുത്. കാര്യങ്ങളും ഇദ്ദേഹം നിങ്ങളാണ് എടുത്തിട്ടത്. അത് നിങ്ങളാണ് പറയരുത്. ഈ ഞാൻ പറഞ്ഞ ചോദിച്ചത് സകല സാധനം എടുത്തിട്ടേക്കുന്നത്, ഞങ്ങളല്ല. അതെങ്ങനെയാന്ന് ഞാൻ എന്താ ചോദിച്ചത്? ഇതെന്താ ചോദിച്ചേ? എന്താ ചോദിച്ചേ? ഞാൻ ചോദിച്ചത് ആ, പിന്നെ മറിയം ബീവി പിന്നെ പ്രസവിച്ചത് എങ്ങനെയാന്ന് ചോദിച്ചു. മറിയം ബീവി പ്രസവിച്ച എങ്ങനെ അറിയോ? ആ ഫെറോസെ, ആ മറിയം ബീവിയുടെ കാര്യം മാത്രമാണ് പറഞ്ഞേ. പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി, അങ്ങ് അല്ല, അത് അപ്രകാരമാണ്. പോയി അവരുടെ ഭാഗത്ത് നോക്കിയിട്ട് അവര് തന്നെ വായിക്കട്ടെന്ന്. അല്ലല്ലല്ല, ഞാൻ പറഞ്ഞ അല്ലല്ലോ, ഫെറോസിന് അല്ല മനസ്സിലായില്ല. ഞാൻ മറിയം പറഞ്ഞത് ബീവിയുടെ കാര്യമാണ് ചോദിച്ചത്. മറിയം ബീവിയുടെ മറിയം കാര്യം ബീവിയുടെ പറഞ്ഞു. കാര്യം. ഏ, നാസർ മറിയം മ്യൂട്ട് ബീവിയുടെ ചെയ്തേ. കാര്യം ഞാനിപ്പോ പറഞ്ഞു. നാസർ മ്യൂട്ട്. ഇപ്പൊ മറിയം ബീവിയുടെ കാര്യം ഇപ്പൊ പറയും. അല്ല, ഇപ്പൊ പറയും. നാസറിന്റെ മറിയം ബീവിയുടെ കാര്യം. നാസറിന്റെ വീട്ടിലുള്ള പെണ്ണുങ്ങളൊക്കെ ആ, വായിക്കൂടാ പ്രസവിക്കുന്നത്? മിണ്ട പ്രസവിക്കുന്ന എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഇല്ല, അങ്ങോട്ട് നിക്ക് പോണ്ടേ പോയിട്ട് പോണ്ടേ പോണ്ടേ. ഒരു മിനിറ്റ്, നമ്മൾ അങ്ങനെ പോണ്ട, ചോദിച്ചു അങ്ങനെ പോണ്ട. മറുപടി ഇല്ലില്ല, കൊടുക്കണം. മറിയം പുള്ളിയുടെ ബീവിയുടെ കാര്യം ചോദ്യത്തിന് ഞാനിപ്പോ പറയും. പുള്ളിയുടെ ചോദ്യത്തിന് മറുപടി കൊടുക്കണം. അതിന്റെ നാസറിന്റെ മറുപടി വരുന്നു കേട്ടോണം. മറിയം ബീവി എന്ന് പറയുന്ന സ്ത്രീ എങ്ങനെയാണ് പ്രസവിച്ചതിന്റെ മറുപടി ഇപ്പോ നിങ്ങൾക്ക് കേൾക്കാം. ഫെറോസ് വായിക്കും. കേട്ടേച്ച് പിന്നെ അതൊന്നും പറയരുത്. ചോദിച്ച ചോദ്യത്തിനുള്ള മറുപടിയാണ്. നിങ്ങള് സൂറ 19:17-22 വരെ ആരെങ്കിലും ഒന്ന് വായിച്ചേ. ബോണ്ടെന്ന് വായിക്കാ പോണ്ടേ. ഞാൻ 19 എന്റെ ടെക്സ്റ്റ്. ഇല്ല, ഞാൻ 19 പുറത്താ, ഞാൻ പുറത്താ. ഏതാ ഫെറോസെ? ഞാൻ ഒന്ന് എടുത്തോട്ടെ. 19:17-22. ആ, എന്നിട്ട് അവർ കാണാതിരിക്കാൻ അവൾ ഒരു മറയുണ്ടാക്കി. അപ്പോൾ അവളുടെ അപ്പോൾ നമ്മുടെ ആത്മാവിനെ നാം അവളുടെ അടുത്തേക്ക് നിയോഗിച്ചു. അങ്ങനെ അദ്ദേഹം അവളുടെ മുമ്പിൽ തികഞ്ഞ മനുഷ്യരൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടു. അവൾ പറഞ്ഞു, തീർച്ചയായും നിന്നിൽ നിന്ന് ഞാൻ കാരുണികനിൽ ശരണം പ്രാപിക്കുന്നു. നീ ധർമ്മിഷ്ഠനായുള്ളവനാണെങ്കിൽ എന്നെ വിട്ട് മാറിപ്പോകൂ. അദ്ദേഹം പറഞ്ഞു, പരിശുദ്ധനായ ഒരു കുട്ടിയെ നിനക്ക് ദാനം ചെയ്യുന്നതിന് വേണ്ടി നിന്റെ രക്ഷിതാവ് അയച്ച ദൂതൻ മാത്രമാകുന്നു ഞാൻ. അവൾ പറഞ്ഞു, എനിക്കങ്ങനെ ഒരു ആൺകുട്ടി ഉണ്ടാകും. യാതൊരു മനുഷ്യനും എന്നെ സ്പർശിച്ചിട്ടില്ല. ഞാനൊരു ദുർനടപടിക്കാരിയായിട്ടുമില്ല. അദ്ദേഹം പറഞ്ഞു, അങ്ങനെ തന്നെയാകുന്നു. അത് തന്നെ സംബന്ധിച്ചിടത്തോളം നിസ്സാരമായ ഒരു കാര്യമാണെന്ന് നിന്റെ രക്ഷിതാവ് പറഞ്ഞിരിക്കുന്നു. അവനെ മനുഷ്യർക്കൊരു ദൃഷ്ടാന്തവും നമ്മുടെ പക്കൽ നിന്നുള്ള കാരുണ്യവുമാക്കാനും അത് തീരുമാനിക്കപ്പെട്ട ഒരു കാര്യമാകുന്നു. അങ്ങനെ അവൾ ഗർഭം ധരിക്കുകയും എന്നിട്ട് അതുമായി അവൾ അകലെ ഒരു സ്ഥലത്ത് മാറി താമസിക്കുകയും ചെയ്തു. മതിയോ? മതി. ഇപ്പൊ മിറിയം ബേബിയുടെ ജനനം, അല്ല സോറി, ഈസാ ബേബിയുടെ ജനനം എങ്ങനെയാണെന്ന് ഇപ്പൊ മനസ്സിലായല്ലോ. മറിയം ബീവി എങ്ങനെ പ്രസവിച്ചെന്ന് ചോദിച്ചു. അതിനുള്ള മറുപടിയായി വായിച്ചത്. നാസറെ, മുഹമ്മദിന്റെ ബാപ്പ അബ്ദുള്ള അല്ല വേറെ ആരാണെന്ന് പറയുന്നത് അത് സത്യമാണ് നാസറെ? നാട്ടുകാർ പറയുന്ന കുന്നിഞ്ചേരിയിൽ ഈന്തപ്പനയെന്ന, അതിനെപ്പറ്റി നാസറിനുള്ള അറിയോ? അതോ ഫത്തുൽ മൊയ്നി പറയുന്ന പോലെ മനുഷ്യപ്പട്ടിയല്ലാണോ? മുമ്പേ നാസർ പറയാൻ വന്ന ഞാൻ കേട്ടു, യഹൂദന്മാര് പറയുന്നത് എന്ന് പറഞ്ഞ് ഞാൻ കേട്ടു. അതെന്താ പറയാൻ വന്നത് എനിക്ക് മനസ്സിലായി നാസറെ. അത് ഇവിടെ വന്ന് ഇറക്കണ്ട, മനസ്സിലായോ? മുഹമ്മദിനെ ബോണ്ടേ ഇവൻ എന്നാ ചെയ്യണം? ബോണ്ടേ അവനെ എടുത്ത് കളയണോ അതോ അവനെടുത്ത് കമന്റ് ഇട്ടോട്ടെന്ന് വെക്കണോ? എന്നാ ഇല്ല, അവിടെ അവിടെ ഇരിക്കട്ടെ നമുക്ക് ഒഴുകി വിടാം. പറഞ്ഞു തീർക്കുന്നില്ല, ഞാനത് കണ്ട് ആസ്വദിച്ചോണ്ടിരിക്കും. അല്ല, എനിക്ക് എന്റെ ആഗ്രഹം തന്നെയാണ്. അവൻ ഇത് കരഞ്ഞു തീർക്കണം. ഇവൻ ഇതൊക്കെ കാണുമ്പോഴേ മനുഷ്യൻ ഹമീദ് അത് എമ്മോ അല്ലേ? എമ്മോ ആണെന്ന് തോന്നുന്നു. എമ്മോ അല്ല, അത് നമ്മുടെ കോഴി നെസുവാണ്. അവന്റെ ജനനം എങ്ങനെയാ? മറ്റേ പന്നിയിലുണ്ടായത് ജനനമൊക്കെ ഇട്ടോണ്ടിരിക്കുവായിരിക്കും. അവന് ഏറ്റവും ഇഷ്ടപ്പെട്ട പുസ്തകം ഫത്തുൽ മൊയ്ന. മണത്ത് കിടന്ന് 4 വർഷം മണത്ത് കിടന്നിട്ട് കുഴപ്പമില്ല. ഈ നാസർ ഇവിടെ വന്ന് പറയാൻ തുടങ്ങിയത് എന്താണെന്ന് മനസ്സിലായോ? യഹൂദന്മാര് പറയുന്നു ഏതാ ഇമ്മ സ്ഥിരം പരിപാടി ഉണ്ടല്ലോ, ഇത് പറയാൻ വന്നതാ. ഏതാ മനസ്സിലായോ? എന്താ നാസർ പറയാൻ വന്നത് മനസ്സിലായോ? മനസ്സിലായി, പിടികിട്ടി. അതുകൊണ്ടല്ലേ ഇങ്ങനെ പോയത്. മെറിയം ബീവി എന്ന് പറഞ്ഞപ്പോ തന്നെ നമ്മൾ മെറിയം ബീവിയിലെ അങ്ങനെ ഒരു കാര്യം ചോദിച്ചോട്ടെ?
ടോപ്പിക്ക് നിൽക്കട്ടോ, ടോപ്പിക്ക് നിൽക്കാൻ കമന്റിന് മറുപടി കൊടുക്കാം. ഒരു കമന്റിന് മറുപടി. നാസറ വരാം, അടുത്ത നാസറ. തോന്നുന്നില്ല. പിന്നെ ഞങ്ങൾ എന്തോ ചെയ്യുന്നുണ്ട്? തോമസ് ബ്രദറെ ഒരു ടോപ്പിക്ക് നിൽക്കാൻ പറ്റുമോ? ടോപ്പിക്ക് നിൽക്കട്ടോ, ടോപ്പിക്ക് നിൽക്കാൻ കമന്റിന് മറുപടി കൊടുക്കാം. ഒരു കമന്റിന് മറുപടി. നാസറ കാരണം ഈ ഖുറാനില് അയൽക്കാരെ ചോദ്യമുണ്ട്. ഈ മുഹമ്മദിന് എന്താ ഈ അന്യമതക്കാരോട് ഇത്ര വിദ്വേഷം? സിമ്പിൾ ചോദ്യം. അതിനെന്താ തെളിവുള്ളത്? മുഹമ്മദിന് എന്താ ഈ അന്യമതസ്ഥരോട് ഇത്ര വിദ്വേഷം ഉണ്ടാകാൻ കാരണം എന്നാ? അതിനങ്ങനെ തെളിവുണ്ടല്ലോ. തെളിവെന്നൊക്കെ പറയാൻ പഠിച്ചോ? കൊള്ളാലോ. തെളിവ് വേണ്ടേ? മദ്രസ തെളിവ് കൊണ്ട് കൊടുത്ത് എത്ര തെളിവ് വേണ്ടി വരും? ഏകദേശം എത്ര തെളിവ് വേണ്ടി വരും? ഹലോ, തെളിവ് എത്ര എണ്ണം വേണ്ടി വരും? നിന്നെ പോലെ നിന്റെ ആൾക്കാരെ സ്നേഹിക്കുക, അല്ലെങ്കിൽ അതിൽ പെട്ടവനല്ല, അത് സ്നേഹിച്ച് അതെവിടെ പറഞ്ഞു? നിന്റെ അതെവിടെ പറഞ്ഞിരിക്കുന്നത്? അതെവിടെ പറഞ്ഞിരിക്കുന്നത്? അത് നോക്കിയാ നിങ്ങൾ നോക്കിയാ ഇപ്പൊ മറ്റു അതെവിടെ പറഞ്ഞിരിക്കുന്നത്? അങ്ങനെ നാളെ ഖുറാനിലോ ഹദീസിലോ എങ്ങും ഇല്ല. പിന്നെ നോക്കാൻ പറഞ്ഞു, ഇവിടെ നിന്നിട്ട് നോക്കാണ്. ഉണ്ട്, ഇല്ലാന്ന് പറയാം. അതുണ്ടേ, എവിടെ ഉണ്ട്? എന്നാ എടുത്തുണ്ടോ, ഒന്ന് കണ്ടോട്ടെ. അല്ല നിങ്ങൾ തന്നെ വായിച്ചാൽ മതി. അതെവിടെയാന്ന് പറ, എന്നല്ലേ വായിക്കാൻ പറ്റുള്ളൂ. അപ്പല്ലേ നമുക്ക് മനസ്സിലായി നിങ്ങൾ ഖുർആൻ ഫുള്ള് വായിക്കുന്നില്ല. ഖുറാനിൽ എവിടെ സംഭവം ഇല്ലാത്ത സാധനം ഞങ്ങൾ എവിടെ അതുണ്ട്. എവിടെയുണ്ട്? അത് പറ, എവിടെയുണ്ട്? നമ്മള് പറയാമോ നിങ്ങളത് എന്താവും? നിങ്ങൾ കയ്യിൽ എടുത്ത് പറയുന്നത് അതെവിടെയാന്ന് പറ. കയ്യിലെടുത്ത് എടുത്ത് പറയാതിരിക്കാൻ വേണ്ടിയാ ചോദിക്കുന്നത്. ഖുറാന്റെ ഏത് അധ്യായത്തിലാണ് ഉള്ളതെന്ന്. ബറോസിനെ അറിയാവുന്ന തെളിവുകൾ ആദ്യം ഇട്ട് കൊടുത്തേ. അയൽക്കാരോട് ചെയ്യുന്ന ക്രൂരതകൾ ആ തെളിവുകളൊന്നും ഇട്ട് കൊടുത്തു. അയൽക്കാരനോട് ചെയ്യുന്നതിനെ കുറിച്ചൊന്നും എനിക്കറിയത്തില്ല. ഞാൻ ചോദിച്ചതിന് എനിക്ക് ഉത്തരം കിട്ടും. അതെവിടെയാ ഉള്ളത്? അത് ഖുറാൻ തന്നെ ഉണ്ട്. ഖുറാനിൽ ഏത് അധ്യായത്തിലാണ് ഉള്ളതെന്ന് അതൊക്കെ പറഞ്ഞാൽ മതി. എപ്പൊ കൊണ്ടുവരാൻ പറ്റും അത്? അതെപ്പോ ഇപ്പൊ വേണം ഞാൻ കട്ട് ചെയ്തിട്ട്. ഇത്രേ ഉള്ളൂ. ഇല്ലേ, പറയട്ടെ. ഈമാനുള്ള ഒരു മുസ്ലിം ആണെന്നുണ്ടെങ്കിൽ ഖുറാനിൽ നിന്നുള്ള തെളിവ് കൊണ്ടുവരണം. അത് ഖുറാനിൽ അവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്, അപ്പുറത്തുണ്ട്, ഇപ്പുറത്തുണ്ടെന്ന് പറയേണ്ട കാര്യമില്ല. അല്ലല്ല, ഞാൻ പറഞ്ഞേ പോയി അന്വേഷിച്ച് കണ്ടുപിടിച്ചിട്ട് പോവാ. ഏതായാലും നമുക്ക് പുറത്താക്കേണ്ട കാര്യമല്ലേ. ഇതായാലും ഈ ജീവിതത്തിൽ ഇനി ഇങ്ങോട്ട് കയറി വരത്തില്ല. ഞാൻ ഇതിനു മുമ്പെല്ലാം വന്നതാണ്. ഞാൻ ഇതിനു മുമ്പൊക്കെ വന്നു. ഈ തെളിവും കൊണ്ട് ഇങ്ങോട്ട് കയറിയാൽ മതി. നിങ്ങളടുത്ത് ഇനി ഈ പുള്ളി ആയിട്ട് മൈക്കെടുക്കത്തില്ല. ഈ തെളിവ് കൊണ്ടല്ല താങ്കൾ എന്നെ മൈക്കെടുക്കണ്ട. മ്യൂട്ടി. ഖുറാനിൽ എവിടെയാണ് അയൽക്കാരെ നിന്നെ പോലെ തന്നെ നിന്റെ ആൾക്കാരനെ അയൽക്കാരൻ വെച്ചെന്ന് കിടക്കണം, അവന് ഭക്ഷണം കൊടുത്തില്ലെങ്കിൽ ഒരു നല്ല അയൽക്കാരനല്ല എന്നൊക്കെ പറയുന്ന സാധനം എവിടെയാണെന്ന് ഖുറാനിൽ നിന്ന് കണ്ടുപിടിച്ചോ. അത് കഴിഞ്ഞിട്ട് താങ്കൾ മൈക്കെടുത്ത കാണിച്ചു തന്നാൽ നിങ്ങൾ വിമർശനം നിർത്തുവോ? അത് കാണിച്ച ഞാൻ സമ്മതിക്കും. മുഹമ്മദ് അങ്ങനത്തെ ഒരു ആളായിരുന്നെന്ന്. അല്ലല്ല, ഈ റൂം ഫുൾ ഓഫായി കളിക്കാതെ നിങ്ങൾ. പിന്നെ ഈ റൂം ഇടായിരുന്നു ഇങ്ങനെ. എന്തിനു പിന്നെ അയ്യോ ഭയങ്കരം. ഓപ്പൺ ആക്കാതിരിക്കണോ? മുഹമ്മദിൽ ഒരു നന്മയുണ്ടെന്ന് ഞങ്ങൾ പറയും. അല്ല, അപ്പൊ ഇത് കാണിച്ചു തന്നിട്ട് പിന്നെ എന്ത് കാര്യമുള്ള അതിനെ കൊണ്ട്? മുഹമ്മദിൽ ഒരു നന്മ ഉണ്ടെന്ന് പറയും. മുഹമ്മദ് ഒരു നന്മ ചെയ്തിരുന്നു എന്ന് ഞങ്ങൾ പറയും. അതിൽ കാര്യമില്ല. അത് കാര്യമില്ലേ സുഹൃത്തെ? അതില് ഭയങ്കര കാര്യമല്ല. ഒരു നന്മയെങ്കിലും ഉണ്ടാ കൊണ്ടുവരാന്ന് പറഞ്ഞ് ഞങ്ങൾ വെല്ലുവിളിച്ചിട്ടുണ്ടായിരുന്നു. 100% നന്മയെങ്കിലും ഉണ്ടെങ്കിൽ മുഹമ്മദിന്റെ ജീവിതത്തിൽ ഒറ്റ നന്മയെങ്കിലും ഉണ്ടാ കൊണ്ടുവരാൻ ഞങ്ങൾ വെല്ലുവിളിച്ചിട്ടുണ്ടായിരുന്നു. 100% എന്ന് പറഞ്ഞു. വേണ്ട, ഞങ്ങൾക്ക് തെളിവ് കിട്ടിയില്ലേ? ഒരു നന്മ എന്നും പറഞ്ഞു ഇതാ പിടിച്ചോന്നും പറഞ്ഞ് നിങ്ങൾക്ക് എടുക്കാലോ. റൂം ഓഫാക്കേണ്ട കാര്യമൊന്നുമില്ല സുഹൃത്തെ. റൂം ഓഫാക്കാൻ മാത്രമുള്ള
അതിന്റെ ആവശ്യമില്ല. നന്മ പറയാൻ റൂം ഓഫ് ആക്കാനുള്ള സ്വാതന്ത്ര്യം അത് നമ്മൾ ഇവിടെ ഉണ്ട്. നിങ്ങൾ പറയണ്ട, നന്മ പറയാൻ നമ്മൾ ഇവിടെ ഉണ്ട്. ഈ മുഹമ്മദ് ഏതെങ്കിലും കരാറ് പാലിച്ചിട്ടുണ്ടെന്ന് ചോദിച്ചു. ഈ മുഹമ്മദ് അല്ലല്ല, ഏതെങ്കിലും ഒരു നിക്കൂടെ, നമ്മൾ ഒത്തിരി ഓടണ്ട. ഇപ്പൊ ഇദ്ദേഹം തെളിവ് കൊണ്ടുവരട്ടെ. ഇദ്ദേഹമേ ഈ ടോപ്പിക്കിന് 1 by 1 ആയിട്ട് ചാടി പോകും. ഇപ്പൊ പറഞ്ഞൊരു തെളിവ് നാസറിന്റെ കൊണ്ടുവരാൻ അല്ല കൊണ്ടുപോകാം, ബ്രദറെ, എന്നിട്ട് നാസർ സംസാരിച്ചാൽ മതി. അല്ല ബ്രദറെ, ഇവിടെ കിടന്ന് കരാറുണ്ടാക്കുകയാണ് നമ്മളോട് റൂം നിർത്തണമെന്ന്. അതവന്റെ വീട്ടിൽ പള്ളിയിൽ പറയാൻ പറയാം. അല്ല, അത് അത്രേ ഉള്ളൂ. അതൊക്കെ നടപടിയുള്ള കാര്യമാണ്. സുഹൃത്തെ, റൂം നിർത്താൻ പറ്റില്ല. പക്ഷെ നിങ്ങൾക്ക് തെളിവുണ്ടോ? പറയുന്ന കാര്യത്തിന് തെളിവുണ്ടോ? ഇവിടെ പറയുന്ന ഏത് കാര്യത്തിനും തെളിവ് തെളിവ് കൊണ്ടുവന്നാൽ റൂം കിട്ടും. ഇല്ലെങ്കിൽ പിന്നെ തെളിവ് അതിന്റെ കൊണ്ടുവന്നാൽ ഇല്ലാത്ത തെളിവ് താങ്കൾ കൊണ്ടുവരാൻ നോക്കണ്ട. അതും പ്രമാണിച്ച് വെറുതെ അത് താങ്കള് ഇല്ലാത്ത പ്രമാണം ഉണ്ടായിക്കൊണ്ട് വരണം. ഇല്ലാത്ത തെളിവ് അത് നിർത്തുന്നോട്ടാണ് ഇല്ലാത്ത പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോക്കിക്കൂടെ? പ്രൈസ് ലോഡ്, ബോണ്ട് ബ്രദറെ പ്രൈസ് ലോഡ്. അതായത് ബറോസ് ബ്രദർ ആദ്യം കയറിയിട്ട് എന്ത് ചെയ്തു? ഉള്ള തെളിവെല്ലാം പറഞ്ഞു കൊടുക്കുന്നു. അവര് പറയുന്നത് അവര് തന്നെ തെളിവ് കിട്ടുന്ന ബറോസ് ബ്രദറെ, ശരിയല്ലേ? തെളിവ് പറയട്ടെ, നമ്മളെന്തിനാ തെളിവ് കൊണ്ടുവരുന്നത്? തെളിവ് പറയട്ടെ. ഓക്കെ, നാസർ ഇപ്പൊ തെളിവ് കൊണ്ടുവരും. ഡിമാൻഡ് വെച്ച തെളിവ് കൊണ്ടുണ്ടെങ്കിൽ റൂം നിർത്തണം. എനിക്കൊരു ചോദ്യമാണ് പുള്ളിയോട്. നാസറെ, ഈ റൂം നടത്തുന്നതുകൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ നിങ്ങൾക്ക് മുസ്ലിങ്ങൾക്ക്? നമുക്കൊരു കുഴപ്പമില്ല. നമുക്ക് എന്ത് കുഴപ്പം? പിന്നെ എന്തിനാ നിർത്താൻ പറയുന്നത്? എന്തിനാ? അല്ല, തെളിവ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ പിന്നെ അത് അംഗീകരിക്കണ്ടേ? തെളിവ് ആ തെളിവ് കൊണ്ടൊന്ന് അംഗീകരിക്കാന്ന് പറഞ്ഞല്ലോ. തെളിവ് കൊണ്ടൊന്ന് അംഗീകരിക്കാം. അംഗീകരിക്കാൻ തന്നെയാണ് ഞാൻ ആ തെളിവ് ചോദിച്ചത്. നാസറെ, ഞങ്ങൾ ഈ റൂം നടത്തുകൊണ്ട് താങ്കൾക്ക് എന്താ പ്രശ്നം? എന്തുവാ? എനക്കൊരു പ്രശ്നമില്ല. എന്നാ പിന്നെ എന്തിനാ നിർത്താൻ പറയുന്നത്? ഞങ്ങൾ നാളെ മറ്റന്നാൾ എല്ലാം വിടും. അല്ല, പിന്നെ താങ്കൾ റൂം നിർത്താൻ പറയുന്നത് എന്തിനാ? തെളിവ് കൊണ്ടുവന്ന് കാണിച്ചു തന്നാൽ പിന്നെ നിങ്ങൾ അംഗീകരിക്കണം. അല്ലെന്ന് ഞങ്ങൾ അംഗീകരിക്കാം. പക്ഷെ അത് റൂം നിർത്താൻ പറയുന്നത് എന്തിനാ? പിന്നെ വിമർശിക്കാൻ പാടില്ല. അത് എവിടുത്തെ ന്യായമാ? ഈ നാട്ടിൽ അയൽക്കാരെ കൊല്ലാനും അയൽക്കാരോട് യുദ്ധം ചെയ്യാനും നിങ്ങളുടെ മുഹമ്മദ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് ഞങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണ്ടേ ആൾക്കാരോട്? ആൾക്കാർക്ക് വായിക്കാൻ മനസ്സിലാവുമല്ലോ. അതല്ല, അത് ആൾക്കാർക്ക് മനസ്സിലാവേണ്ട. ഞങ്ങൾ കാണിച്ചു കൊടുക്കാം. മുഹമ്മദ് അവിശ്വാസികളായ ആൾക്കാർ യുദ്ധം ചെയ്യാനും ക്രിസ്ത്യാനി യഹൂദരെ വഴിവെച്ച് കണ്ടുമുട്ടി അവർ ഇടുങ്ങിയ ഭാഗത്തെ നിർബന്ധിക്കാനും സലാം പറയരുതെന്നും യഹൂദരെ കൊല്ലണമെന്നും എന്ന് പറയുന്ന സാധനങ്ങൾ നിങ്ങളുടെ മുഹമ്മദ് പറഞ്ഞിട്ടുണ്ട്. അത് നാട്ടുകാരെ കേൾപ്പിക്കണ്ടേ ഞങ്ങൾക്ക്? ഇദ്ദേഹം പറഞ്ഞ സാധനം അയൽക്കാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കാന്ന് പറഞ്ഞു. അതെവിടാ പോകുന്നത്? അത് കൊണ്ടുവരാ നാസർ. അതല്ല പറഞ്ഞ, അല്ല അതൊക്കെ പറഞ്ഞു. അത് പിന്നെ അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറു നിറച്ചുന്നവൻ എന്നിൽപ്പെട്ടവനല്ല. അത് എന്റെ അവിടെ പറഞ്ഞിരിക്കുന്നത്. തെളിവ് കൊണ്ടുപോകാൻ കൂട്ടുകാരെ ഒരു തെളിവ് കൊണ്ടുപോകാം. എന്തുവാഴേ ഇത്? മുസ്ലിങ്ങളെല്ലാം ഇതുപോലെ തോൽവികളാവുന്ന ക്ലബ് വരുന്ന എല്ലാ മുസ്ലിങ്ങളും ഒരു തെളിവില്ല. ചോദിച്ചാൽ അവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്, അവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്. എന്നിട്ട് ബൈബിളിൽ കർത്താവ് പറഞ്ഞ കാര്യങ്ങൾ എടുത്തുകൊണ്ട് വരും. എന്നിട്ട് അപ്പുറത്ത് ബുദ്ധൻ പറഞ്ഞ കാര്യങ്ങൾ. നിങ്ങൾ മുഹമ്മദ് സ്വന്തമായിട്ട് നല്ല കാര്യം ഒന്നും പറഞ്ഞിട്ടില്ലേ? എന്തിനീ മറ്റുള്ളവരുടെ കടമെടുക്കുന്നതിനാ? ആശയം എന്തെങ്കിലും സ്വന്തം ആശയം കൊണ്ടുപോകാം, മറ്റുള്ളവരുടെ ആശയം അടിച്ചു മാറ്റാതെ. നീ തെളിവ് കൊണ്ടുപോവാ. നീ തെളിവ് കൊണ്ടുപോയിട്ട് നീ മൈക്കെടുത്താൽ മതി. ബോണ്ട് മുഹമ്മദ് ആകെ പറഞ്ഞ അവന്റെ അപ്പന്റെ ലിംഗം പോയി കടിക്കാനേ പറഞ്ഞിട്ടുള്ളൂ. അത് ശരിയാ. അത് നബി ശരിയല്ലേ? അങ്ങനൊന്നും പറയണ്ട. പ്രതിപക്ഷ ബോധം ഉപ്പിനാൽ മറന്നുപോലെ പറയണമെന്ന് അച്ഛൻപുറത്ത് പറയുന്നത്. ഞാൻ ഇച്ചിരി ഉപ്പ് കുറയ്ക്കും. പക്ഷെ നാസർ മൈക്കൊന്നും മ്യൂട്ട് ചെയ്യാൻ. നാസർ മൈക്കൊന്നും മ്യൂട്ട്. നാസർ ഇനിയും തെളിവ് കൊണ്ടുവന്നിട്ട് മൈക്ക് എടുത്താൽ മതി, കേട്ടല്ലോ. അച്ഛൻ കുഞ്ഞ, ഇനി നാസർ ജന്മത്തിൽ നമ്മുടെ റൂമിൽ മൈക്ക് എടുക്കത്തില്ല. ഇല്ല, അത് ശരിയല്ലേ? ആൾക്കാരൻ വിശന്ന് നടക്കുമ്പോ വയറ് നിറയ്ക്കുന്നവൻ നാസർ ഇപ്പൊ പറഞ്ഞതിന് തെളിവ് കൊണ്ടുവരും. നിങ്ങൾ എന്നെ സമാധാനപ്പെടും.
അല്ല, നിങ്ങൾ എന്നെ പഠിപ്പിച്ചിരിക്കുന്നത്. ഞാൻ ഒറ്റയ്ക്കൊന്നും പഠിച്ചിട്ടൊന്നുമില്ല. നിങ്ങൾ പറഞ്ഞു കേട്ടത് കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നു. നിങ്ങളുടെ ഇന്റർനെറ്റ് തീർന്നാൽ ഹോട്ട്സ്പോട്ട് കൊടുക്കുക മുഹമ്മദ് നബി. നാസറെ പറ്റുമെങ്കിൽ അപ്പുറത്തോട്ട് മാറിയിട്ടൊന്ന് പൊട്ടിക്കരയ്. സത്യം. നിങ്ങളുടെ ഇതിനിപ്പോ എന്നെ പറ്റുന്നത് നിങ്ങൾക്ക് അത്രേ പറ്റത്തുള്ളൂ. അപകർഷബോധം കൊണ്ട് നിങ്ങൾ പോയി അങ്ങോട്ട് മാറി നിന്നിച്ചൊന്ന് പൊട്ടിക്കരയ്. ഇത്രേ ഉള്ളൂ. ലോകം മുഴുവനും നിങ്ങൾ ഇങ്ങനെയാ കാണുന്നത്. ഇപ്പം ഒരു കോമാളി. അത് കണ്ണിൽ ഇരുട്ട് ബാധിച്ചോണ്ടാ. അതാണോ? ഞങ്ങള് ഐ ഡ്രോപ്പ് ഒഴിച്ചോളാം. നാസർ തെളിവ് കൊണ്ടുവന്ന മൈക്ക് എടുത്താൽ മതി. നീ തെളിവ് കൊണ്ടുവന്ന മൈക്ക് എടുത്താൽ മതി. മൈക്ക് കിട്ടിയ നാസറെ തെളിവ് കൊണ്ടുപോവാ. നാസർ തെളിവ് കൊണ്ടുവന്ന നാസറെ തെളിവ് കൊണ്ടുവന്ന മൈക്ക് എടുത്താൽ മതി. സത്യം പറയാ. തെളിവില്ലെങ്കിൽ റൂമിൽ പോയിക്കോ. തെളിവ് കൊണ്ടുവന്ന മൈക്ക് എടുത്താൽ മതി. ഇവിടെ ചുമ്മാ വേറെ ഉണ്ടാക്കണം. തെളിവ് കൊണ്ടുവന്നിട്ട് മൈക്ക് പറഞ്ഞ കാര്യങ്ങൾക്ക് തെളിവ് കൊണ്ടുവരണം. നിങ്ങൾ ഇസ്ലാമിക പുസ്തകങ്ങളിൽ നിന്ന് തെളിവ് കൊണ്ടുവന്നിട്ട് മൈക്ക് എടുക്കുക. അല്ലെങ്കിൽ മിണ്ടാതെ അവിടെ ഇരുന്നോ. ഇത് മൊത്തം വായിച്ചു കഴിഞ്ഞാൽ എന്താ മനസ്സിലാവൂ? ലോഡ് കണക്കിന് ഗ്രന്ഥങ്ങൾ എഴുതി വെച്ചിരിക്കുന്നത്. ഈ ഗ്രന്ഥങ്ങൾ മൊത്തം വായിച്ചു കഴിഞ്ഞാല് ആരെവിടെ പോയി വിളിപ്പിക്കാനാ? ദയവ് ചെയ്ത് അതൊക്കെ വലിച്ചെറിയും. നാസർ മൈക്ക് എടുത്തു. നാസർ തെളിവ് കിട്ടിയോ? അല്ല, ഞാൻ മൈക്ക് എടുത്തത് നിങ്ങള് തെളിവ് കിട്ടിയോ? തന്നോട് തെളിവ് പറയാൻ വേണ്ടി മാത്രം മൈക്ക് എടുത്താൽ മതി. വേറെ ഒന്നും പറയണ്ട. തെളിവ് പറയാനാണെങ്കിൽ മൈക്ക് എടുത്താൽ മതി. ഇവിടെ തങ്ങളുടെ പ്രസംഗം ഒന്നും കേൾക്കണ്ട. അതുകൊണ്ട് നിങ്ങൾ പറയരുത് പൊട്ടിക്കരഞ്ഞോ പോയിട്ട് അങ്ങനെ ഇങ്ങനെ പറയണ്ട. ഞാൻ തെളിവ് കണ്ടെങ്കിൽ കൊണ്ടുവരും. പിന്നെ ആസ് പോയിട്ട് പൊട്ടിക്കരഞ്ഞോ എന്ന് പറയണ്ട. താൻ തെളിവ് കൊണ്ടുകൊണ്ട് മൈക്ക് എടുത്താൽ മതി എന്ന് പറഞ്ഞില്ലേ? വേറെ ഒരു വർത്താനം പറയണ്ട. ഫസ്റ്റ് തെളിവ് കൊണ്ടുവന്നാൽ മതി. തെളിവ് കൊണ്ടുവന്നിട്ട് സംസാരിച്ചാൽ മതി. തന്റെ വോയിസ് ഇല്ല, മനസ്സിലായോ? തെളിവ് ആദ്യം, എന്നിട്ട് മൈക്ക് എടുത്താൽ മതി. അല്ല, ഈ ടോപ്പിക്കിലേക്ക് വരാം. നമുക്ക് ഇസ്ലാം അയൽക്കാരോട് ചെയ്യുന്ന ക്രൂരതകൾ ശരിയാണോ അതിലേക്ക് വരാം. ബിക്കം പറഞ്ഞ അത് ടോപ്പിക് ആവുന്നത്. ടോപ്പിക്കിനെ പറ്റി സംസാരിച്ചപ്പോഴാണ് ഈ തെളിവ് പുള്ളി പറഞ്ഞത്. നിന്നെ പോലെ നിന്നെ അയൽക്കാരനെ സ്നേഹിക്കാൻ മുഹമ്മദ് പഠിപ്പിച്ചിട്ടുണ്ട്. പിന്നെ എന്താ അയൽക്കാരൻ പട്ടി പിടക്കുമ്പോ അവന് വയറിനടച്ചു കൊടുക്കാന്ന് എന്തൊക്കെ പറഞ്ഞു. അപ്പൊ അതിനൊക്കെ പുള്ളി തെളിവെടുക്കാൻ പോയേക്കുവാണ്. അല്ല, തെളിവെടുക്കണ്ട, നമുക്ക് ചർച്ച തുടരാമല്ലോ. ഇതിനെപ്പറ്റി ചർച്ച തുടരാം. നമുക്ക് ചർച്ച ചെയ്യാം. നമുക്ക് ചർച്ച ചെയ്യാം. എന്റെ ഒരു ചോദ്യം ഉണ്ടായിരുന്നു ആദ്യം. എന്നാ പുള്ളി ഇത് പറഞ്ഞുകൊണ്ട് വന്നു. മുഹമ്മദിന് എന്താ ഇതിന് അന്യമതസ്ഥരോട് ഇത്രയും വിദ്വേഷം? അതിനുള്ള ഉത്തരം എനിക്ക് ഇതുവരെ കിട്ടിയില്ല. നാസർ പറയാന്ന് പറഞ്ഞിട്ട് എനിക്ക് ഇതുവരെ മറുപടി തന്നില്ല. മുഹമ്മദിന് എന്തായിരുന്നു അന്യമതസ്ഥരോട് നാസർ വേണമെങ്കിൽ അത് പറയാൻ വേണ്ടി മൈക്ക് എടുത്തോ. ആ ചോദ്യത്തിന് ഉത്തരം പറയാൻ വേണ്ടി മൈക്ക് എടുത്തോ. അന്നേരം എനിക്ക് ഉത്തരം തന്നെ. അയൽക്കാരെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എങ്ങനെയാ നിങ്ങൾ പറയുന്ന സാധനം ശരിയാവുന്നത്? അത് പറഞ്ഞതെന്ന് പറഞ്ഞാല് നിങ്ങളെ ഒരു ഏക ദൈവത്തിൽ വിശ്വസിക്കാൻ വേണ്ടി പറഞ്ഞ ഒന്നും ചോദിച്ചില്ല. ഇതൊന്നും ചോദിച്ചില്ല. നമ്മുടെ ചോദ്യത്തിൽ നിന്ന് എങ്ങോട്ടും മാറത്തില്ല. ഏകദൈവത്തിലോട്ടും പോകത്തില്ല, തൗഹീദിലോട്ടും പോകത്തില്ല, എങ്ങും പോകത്തില്ല. ഇന്നത്തെ വിഷയം ഇതാണ്. അന്യമതസ്ഥരോട് അല്ലെങ്കിൽ അയൽക്കാരോട് ചെയ്യുന്ന ക്രൂരതകളാണ് നമ്മുടെ വിഷയം. അതീ സംസാരിക്കാനുണ്ടെങ്കിൽ സുഹൃത്തെ വേറെ ഒന്നും ഞങ്ങൾ പിടിക്കത്തില്ല. അതന്നെയാ പറഞ്ഞത്. അതായത് മുഹമ്മദ് നബി പറഞ്ഞത് ഏക ദൈവത്തിൽ വിശ്വസിക്കണമെന്ന്. അത് മറ്റു മതസ്ഥര് ഉണ്ടായിരുന്ന ആൾക്കാർ വിസമ്മതിച്ച് അതിനെതിരെയാണ് പ്രവർത്തിച്ചത്. എന്താന്ന് മുഹമ്മദ് നബി വന്നിട്ട് ഏക ദൈവത്തിൽ വിശ്വസിക്കാന്ന് പറഞ്ഞു. അപ്പം മറ്റ് ബഹുദൈവ വിശ്വാസികളും യഹൂദന്മാരും ക്രിസ്ത്യാനികളും അവരെ പിന്തുടർന്ന് അല്ലാതെ അങ്ങനെയല്ല എന്നൊക്കെ സംസാരിച്ചതിന്റെ ഇതിലാണ് അവര് തമ്മിൽ ഇതുണ്ടായിരുന്നത്. അടിയുണ്ടായത് ആ നിസ്സാര കാര്യത്തിന് അവരെ പിടിച്ചിടിച്ചത്. നിങ്ങൾ കേട്ടെ എല്ലാരും കേട്ടെ. മുഹമ്മദ് ഏകദൈവ വിശ്വാസം പറഞ്ഞു. ഓമാരും വിശ്വസിച്ചില്ല. ചോദ്യം ചോദിച്ചു, ഇഷ്ടപ്പെട്ടില്ല, ഉടനെ കൊല്ലാൻ കൽപ്പന കൊടുത്തു. എന്റെ പൊന്നല്ല, കൊങ്ങാക്കി പിടിച്ചു. എന്തോന്നാണ് ചെയ്ത്? ഇങ്ങോട്ട് ആക്രമിച്ചപ്പോൾ അങ്ങോട്ട് ആക്രമിച്ചത്. അതിന്റെ തെളിവുണ്ടോ? ഏകദൈവ വിശ്വാസം പറഞ്ഞപ്പോ ആക്രമിക്കാൻ മാത്രമുള്ള തെളിവ് നിങ്ങളുടെ കയ്യിലുണ്ടോ? ഏകദൈവ വിശ്വാസം വിചാരിച്ചിട്ട് നിങ്ങൾ ഈ ലോകത്ത് കാണുന്നവരെ എല്ലാത്തിനും വെട്ടിക്കൊല്ലാൻ നടന്നു കഴിഞ്ഞാല് ഇത് എങ്ങനെയാണ് നടക്കുന്നത്? അതല്ല ഇദ്ദേഹം പറഞ്ഞു നിങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ പറ്റുമോ? ഇവിടെ ആയിരക്കണക്കിന് ദൈവങ്ങളുണ്ട് ഇന്ത്യക്കാർക്ക്. ഏകദൈവ വിശ്വാസം പറഞ്ഞപ്പം ക്രിസ്ത്യാനികളും യഹൂദന്മാരും അല്ലെങ്കിൽ ഏകദൈവ വിശ്വാസം മുഹമ്മദ് പ്രചരിച്ചപ്പോ ആരോ കയറി എന്ന് കൊല്ലാൻ നോക്കുന്നില്ല. അതിന്റെ തെളിവ് എവിടെ സുഹൃത്ത്?
തെളിവൊന്നും ഞമ്മളോട് ചോദിക്കരുത് പുള്ളേ. തെളിവൊക്കെ ചോദിച്ചു നമ്മുടെ കയ്യിൽ ഇല്ല, നമ്മൾക്ക് അറിയത്തില്ല, നമ്മൾ ഗർഭം ഇങ്ങനെ അല്ല. അല്ല, മുഹമ്മദ് ഇങ്ങനെ ഈ മക്കയിൽ ഇങ്ങനെ വഴി നിൽക്കുകയായിരുന്നു. അവിടെ നിന്ന് പുള്ളിക്കാരൻ ഇതുപോലെ ഏകദൈവത്തെ പറ്റി പ്രസംഗിച്ചപ്പം യഹൂദന്മാരും ക്രിസ്ത്യാനികളും വന്ന് കളിയാക്കി. അന്നേരത്തേക്ക് നാസർ പറയുന്നത് ഇതിനെപ്പറ്റി മുഹമ്മദ് വരെ പഠിപ്പിച്ചിട്ട് ഒരു തലയിട്ട് കയറിയില്ല. അങ്ങനെ വന്നപ്പോൾ പിറ്റേ ദിവസം മുതൽ മുഹമ്മദ് കൊല്ലാൻ ആരംഭിച്ചു എന്ന ഈ മുഹമ്മദ് ഇപ്പൊ പറയുന്ന കാര്യം, ഈ നാസർ ഇപ്പൊ പറയുന്ന കാര്യം ഇപ്പൊ അങ്ങനെയായിട്ടാ തോന്നുന്നത്. ഇതല്ലേ നാസറെ ശരിയായിട്ടുള്ള കാര്യം?